പിണറായി വിജയൻ സഖാവിൻ്റെ അവസാനത്തെ നാളുകളിൽ ഒരു വലിയൊരു സമരം സെക്രട്ടേറിയറ്റ് കാണുകയുണ്ടായി. അത് ഇവിടുത്തെ അധ്യാപകരുടെ LPS അധ്യാപകരുടെ ഒരു സമരമായിരുന്നു. അവരുടെ നിരവധി ആവശ്യങ്ങൾ നേടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായിട്ടുള്ള ഒട്ടനവധി പോരാട്ടങ്ങൾ നടത്തിയ ഒരു സമരം കേരളം കാണുകയുണ്ടായി. അന്ന് ആ ഇലക്ഷൻ സമയമായിരുന്നു. അതിനുശേഷം അവർ പുതിയ സർക്കാരിൽ അവർ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർ നിൽക്കുകയായിരുന്നു. പുതിയ സർക്കാർ അധികാരമേറ്റ് ഇത്രയും ദിവസമായിട്ടും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നു. അവർ പുതിയ സമരപാതയിൽ തിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ റിലേ നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് ഈ അധ്യാപകരോട് അവരുടെ യഥാർത്ഥ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിഷയം? ഞങ്ങളുടെ ലിസ്റ്റ് LPST എന്ന് പറയുന്ന ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും 5 ജില്ലകളിൽ 1ാം റാങ്കുകാരന് പോലും ജോലി ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കാണ് സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു ജില്ലകളിലാണെങ്കിൽ പേരിന് മാത്രം ഒരു നിയമനമാണ് നടന്നിട്ടുള്ളത്. കുട്ടികളിങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഡിവിഷൻ ഫോളുകൾ വരുമ്പോൾ നിലവിലുള്ള ടീച്ചർമാരെ പുനർവിന്യസിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വരുന്ന ഒഴിവുകൾ അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഇക്കണക്കിന് പോയാൽ ഈ ലിസ്റ്റ് തീരുമ്പോൾ ഞങ്ങൾ ഒരാളും ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ ഒരുപാട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു അനുകൂലമായ മറുപടിയും ലഭിച്ചില്ല. ഇവരിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾ സമരം തുടങ്ങി. അതിനു മുൻപ് ഒരുപാട് തവണ ഞങ്ങൾ ഇവരെ കണ്ടു, സംസാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് വെറും വാക്കുകൾ നൽകുകയല്ലാണ്ട് ഇതുവരെയും ഒരു അനുകൂലമായ നടപടിയും ഞങ്ങൾക്ക് വേണ്ടി അവർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ സമരം തുടങ്ങി 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളുടെ അനുപാതം 1:25 ആക്കി. ഇപ്പോൾ നിലവിൽ 1:30 ഈ ഒരു നില ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ 1:25 ആക്കി മാറ്റണം. അതുപോലെ നമ്മുടെ പ്രധാന അധ്യാപകർ, ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട കുട്ടികളാണ് LP സ്കൂളുകളിലെ കുട്ടികൾ. അവിടെ നമ്മുടെ പ്രധാന അധ്യാപകർക്ക് ക്ലാസ് ചുമതല കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാന അധ്യാപകരെ നമ്മുടെ ക്ലാസ് ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ട് അതിലേക്ക് PSC നിയമനം നടത്തുക എന്ന ആവശ്യം ഞങ്ങൾ കാലങ്ങളായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനും അനുകൂലമായൊരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ടീച്ചർമാർ എല്ലാ ദിവസവും ഇതുപോലെ നിരാഹാരം കിടന്ന അവശതയായ ആശുപത്രിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അവരുടെ കണ്ണിതിന് നേരെ തുറന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായൊരു അവസ്ഥയാണ്. രാപ്പകലുകൾ പഠിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഈ തെരുവിൽ എല്ലാവരും സ്കൂളുകളിൽ താൽക്കാലികമായിട്ടും വളരെ തുച്ഛമായ ശമ്പളത്തിന് പോലും ജോലിക്ക് പോകുന്നവരുണ്ട്. എല്ലാം ഇട്ടെറിഞ്ഞ് ഞങ്ങൾ ഇന്ന് തെരുവിൽ സമരം ചെയ്യുന്നത് ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു വരും തലമുറേനെ ഞങ്ങൾ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയെങ്കിലും ഈ സർക്കാർ ഇതിനെതിരെ ഒന്ന് കണ്ണു തുറക്കണം, ഞങ്ങളുടെ അപേക്ഷയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത്രയും ആവശ്യങ്ങൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവസാന സമയത്ത് വലിയൊരു സമരം കണ്ടു. ഇതുപോലെ നിരാഹാര സത്യാഗ്രഹം കിടന്ന ഒരു അവശതയിൽ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് കാരണത്തിലാണ് നിങ്ങൾ അത്തവണ ആ സമയത്ത് നിങ്ങൾ സമരം അവസാനിപ്പിച്ചത്? അന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇത് തന്നെയായിരുന്നു. അന്ന് റഹീം സാർ വന്ന് ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാമെന്ന ഒരു ഉറപ്പ് തന്നു. അതിൻ്റെ മേലാണ് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചത്. പക്ഷേ ഇതുവരെയും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ അവരെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു? അവരെ ഒരുപാട് പ്രാവശ്യം സമീപിച്ചു. ഇതുവരെ ഉണ്ടാവാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ആരെങ്കിലും നിങ്ങളെ ഈ ഒരു സമരം തുടങ്ങിയതിന് ശേഷം സമീപിച്ചിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ പോയി കണ്ടിരുന്നു. അതായത് ഞങ്ങൾ ഇവിടെ ഇപ്പം സമരം ചെയ്യാനുള്ള കാരണം 2ാമത്തെ വർഷവും 5 ജില്ലകളിൽ 1ാം റാങ്കുകാരന് പോലും ജോലി കിട്ടിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിപ്പോൾ 50ഉം 100ഉം റാങ്കിന് ജോലി കിട്ടുന്ന വല്ല പ്രതീക്ഷയുണ്ടോ ചോദിച്ചാൽ ഇല്ല. 1ാം റാങ്ക് വരെ ഈ ഒരു അവസ്ഥയിൽ കയറി പോകാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് നിയമനം നടക്കാത്തത് എന്നുള്ള കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും നടക്കാത്തതിൻ്റെ ഫലമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷവും ഞങ്ങൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെയും അതുപോലെ അധ്യാപക സംഘടനയിലുള്ള ആളുകളെയും ഒക്കെ കാണുകയുണ്ടായി. അതേപോലെ CM-നെയും കാണുകയുണ്ടായി. അപ്പോൾ ആദ്യം നമുക്ക് അധ്യാപക സംഘടനയും അതുപോലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമാണ് ഈ നമ്മുടെ പരിഗണിക്കേണ്ട ആളുകൾ. അതിനുശേഷം നമ്മുടെ പ്രശ്നങ്ങൾ അവർ മൂലവും അല്ലാതെ നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്തു. CM-നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഒത്തിരി ഉള്ളത് കൊണ്ട് അതിൻ്റെ ഈ ഒരു 15-ാം തീയതി ഞങ്ങളുടെ സ്റ്റാഫ് ഫിക്സേഷൻ വരികയാണ്. അപ്പോൾ തസ്തിക നിർണയം വന്നു കഴിഞ്ഞാൽ തലയെണ്ണൽ പൂർത്തിയായിട്ടാണ് ഈ സ്റ്റാഫ് ഫിക്സേഷൻ വരുന്നത്. അപ്പോൾ കുറേ അധ്യാപകർ പുറത്ത് പോകും. നമ്മുടെ വിദ്യാർത്ഥി അധ്യാപിക റേഷ്യോ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കൊക്കെ അതിനൊരു കാരണമാണ്. അപ്പോൾ അതിന്നൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ജോലി സാധ്യതയുള്ളൂ. അങ്ങനെ നമ്മൾ 1:25 എന്നുള്ള റേഷ്യോയിലേക്ക് കൺസിഡർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ ഒരു 500-600ഓളം
ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു വിഷയമാണ്. അത്രയും ആളുകൾ പുറത്തു പോകുന്നുണ്ട്. അവരെ സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കഴിഞ്ഞ തവണ നിങ്ങളുടെ ഈ സമരത്തിന് UDF-ന്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും അവരൊന്ന്, പക്ഷേ ഇത്തവണ അവർ അധികാരത്തിൽ വന്നപ്പോൾ അവർ LDF-ന്റെ അതേ നയത്തിലോട്ട് മാറുകയാണ്. അതെ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രതീക്ഷയോടെയാണ് പുതിയ ഗവൺമെൻറ്റിനെ കണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അന്ന് ഭരണപക്ഷത്തുള്ളവർക്കും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഭരണപക്ഷത്തുള്ളവർക്കും പ്രതിപക്ഷത്തിരുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് നമ്മളെ വിഷയങ്ങൾ എന്താണെന്ന് അറിയാം. എന്നിട്ട് നമ്മൾ അന്ന് സമരം നടത്തിയ സമയത്ത് അന്ന് പ്രതിപക്ഷത്തിരുന്ന ഇന്നത്തെ ഭരണപക്ഷം UDF അതിലെ പ്രമുഖ നേതൃത്വം വഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമരവേദിയിൽ എത്തുകയും നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നിങ്ങളുടെ വിഷയങ്ങൾ അടുത്ത ഗവൺമെൻറ് UDF ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പരിഗണിക്കുന്നുള്ള ഒരു വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ അത് അങ്ങനെ ഒരു വാഗ്ദാനം നൽകുകയും മറിച്ച് നമ്മൾ അവരെ സമീപിക്കുന്ന സമയത്ത് അനുകൂലമല്ലാത്ത നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ വളരെ വിഷമമുണ്ട്. പക്ഷേ അവർ ആദ്യം പറയുന്നത് നമുക്കിത് പഠിക്കാൻ നോക്കാം. പക്ഷേ ഇത് ഇവർ പ്രതിപക്ഷത്ത് ഇരുന്ന സമയത്ത് തന്നെ അറിഞ്ഞ വിഷയമാണ്. ഇനി അതിൽ പഠിക്കാനായിട്ട് കൂടുതലൊന്നുമില്ല. അവർ പറയണത് ഞങ്ങളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ശരിയാണ്, അവരിപ്പോൾ വന്ന് ഭരണത്തിൽ കയറിയിട്ട് 40 ദിവസം ആവുന്നുള്ളൂ. പക്ഷേ ഞങ്ങളെ വിഷയങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെത്തിച്ചിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ വ്യക്തമായിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. അതിനുള്ള സൊല്യൂഷനാണ് റെഡിയാക്കേണ്ടത്. നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. നിങ്ങൾ തുടങ്ങിയിട്ട് 6ാമത്തെ ദിവസമാണ്. ഈ സമരം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിങ്ങൾക്ക് ഒരു നീതിയും കിട്ടാതെ അവസാനിക്കണം അല്ലെങ്കിൽ അവസാനിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അത് വിജയിച്ച് നിങ്ങൾ പിന്മാറുമെന്നാണ് നിങ്ങളുടെ തീരുമാനം? ഒരിക്കലും ഇല്ല. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു നിരാശയായി ഞങ്ങൾ മടങ്ങില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇത് തുടരുന്നത്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെ പരിഗണിക്കാമെന്നുള്ള ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊരു ഓർഡറായി കിട്ടുന്നത് വരെയാണ് ഇപ്പോൾ ഞങ്ങളത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിലുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ അവർക്കെതിരെ നിങ്ങൾ സമരം ചെയ്യുന്നു. ഇത് വല്ലാത്തൊരു ഗതികേടാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷയുണ്ടോ? നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അവർ നല്ല തീരുമാനം ഞങ്ങൾക്ക് വേണ്ടി എടുക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. നിങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാറായോ? ഞങ്ങളിപ്പം ലിസ്റ്റ് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഇനി 2 വർഷം കൂടി ഉണ്ട്. കാലാവധിയുടെ അല്ല, സമയങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിലെ എല്ലാ സ്കൂളുകളിലും നിങ്ങൾക്ക് എത്ര വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു? ധാരണയുണ്ട്. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം പല കാരണങ്ങളാൽ പ്രശ്നങ്ങളുണ്ട്. അതായത് കുട്ടികളുടെ എണ്ണം ഇതിൽ വളരെ വലിയൊരു ഘടകമാണ്. അതെല്ലാം ഇതിനെ ബാധിക്കും. അപ്പോൾ ഇതിന് ഗവൺമെൻറ് നല്ലൊരു തീരുമാനം ഞങ്ങൾക്ക് വേണ്ടി എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വിജയം വരെ നിങ്ങൾ സംരക്ഷിക്കും? ഉറപ്പായിട്ടും. അപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾ PSCക്ക് വിടണമെന്നുള്ള ആവശ്യം കാലങ്ങളായി നിങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഒരു മാറ്റവും ഇത് ഉണ്ടായിട്ടില്ല. ഇത്തവണ നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഈ ഒരു ആവശ്യം അത് അംഗീകരിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നു? അംഗീകരിക്കില്ല എന്നതാണ് ഞങ്ങളുടെ വിഷയം. അതാണ് സത്യം. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് കൂടുതൽ സർക്കാർ നോക്കുന്നത്. ഞങ്ങൾ ഒരു അവകാശം ഉന്നയിക്കുന്നു. അത് ഞങ്ങളുടെ അവകാശമാണത്. അത് ഞങ്ങൾക്ക് വിട്ടുതരണം. കഴിഞ്ഞ സമരം തുടക്കത്തിൽ മുതൽ വളരെ പതുക്കെയായിരുന്നു. പിന്നീട് നിങ്ങൾ വളരെ തീവ്രമായ സമരത്തിലേക്ക് പോയി. ഇത്തവണ നിങ്ങൾ നേരെ തിരിച്ച് തുടക്കമേ വലിയ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ അവകാശം അല്ലെങ്കിൽ 15-ാം തീയതി കഴിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് കൃത്യമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള ആവശ്യം നിങ്ങൾക്കുണ്ട്. അത് ഉണ്ടാകുന്നതുവരെ നിങ്ങൾ സമരം ശക്തമാക്കും. ഇല്ലെങ്കിൽ എന്താ സമരം തുടരാനുള്ള തീരുമാനം. നിങ്ങളുടെ ഏതൊക്കെ ജില്ലകളിലുള്ള ആരാണ് ഇവിടെ ഉള്ളത്? നമ്മൾ 14 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ, കൊച്ചു കുട്ടികളൊക്കെയുള്ള, പൊതുവേ കൂടുതലായിട്ടും ലേഡീസാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ ആയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നോർമലി ഇപ്പം കാസർഗോഡ് നിന്ന് ഒരാൾ വരുവാണെങ്കിൽ ഇവിടെ എത്തണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ട്. നോർമലി ലേഡീസൊക്കെ ആണെങ്കിൽ കുട്ടികളുണ്ടെങ്കിലും വീട്ടുകളിലൊക്കെ ഉള്ള പ്രശ്നവും ഇവിടെ നിൽക്കേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ നമ്മൾ ഗവൺമെൻറ് ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. ഒരു അധ്യാപിക ഇതുപോലെ സമരം ചെയ്ത് തളർന്ന് വളരെ അവശ നിലയിൽ ആശുപത്രി കൊണ്ടുവന്ന സ്ഥിതിയുണ്ടായി. ഇത് നിങ്ങൾ തുടക്കം മുതൽ തന്നെ നിരാഹാരത്തിലിട്ടേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തുടക്കത്തിൽ നിരാഹാരമില്ലായിരുന്നു. ഒരു പകുതിയായതിനു ശേഷം നിങ്ങൾ നിരാഹാരം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ നിങ്ങൾ തുടക്കം മുതലേ ഒരു കഠിനമായിട്ടുള്ള സമരമുറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യം അത്രയും ന്യായമായതുകൊണ്ടും നിങ്ങൾ ഇത് പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ പുറകെയാണ് ഇത്തരം ഒരു വലിയൊരു സമരത്തിൽ നിങ്ങൾ. അതെ, ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പോസിറ്റീവ് കിട്ടാതെ നമുക്ക് സമരത്തിൽ പിന്മാറാൻ കഴിയില്ല. കാരണം നമുക്ക് ജൂലൈ 15 സ്റ്റാഫ് ഫിക്സേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 വർഷം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഗവൺമെൻറ് അനുകൂലമായ തീരുമാനമാണ് എടുത്തിട്ടുള്ളതെങ്കിലും പക്ഷേ അതിനുശേഷം
ഒരു പോസിറ്റീവായിട്ടുള്ളതെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും എന്നാണോ നിങ്ങൾ പറയുന്നത്? സമരം തുടരുക തന്നെ, അനുകൂല തീരുമാനം കിട്ടുന്നതുവരെ നമ്മൾ സമരം തുടരുക തന്നെ ചെയ്യും. കഴിഞ്ഞ തവണ നിങ്ങൾ ഇലക്ഷൻ സമയമായതുകൊണ്ടും ഈ UDF നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു, പരിശോധിക്കാമെന്നും അതിന് നിങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടുണ്ടാകുന്നു. പക്ഷേ അത് നടക്കാതെ വന്നതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും സമരത്തിനെത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇതിന് നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ നിങ്ങൾ സമരം ചെയ്യും? നമ്മുടെ ആവശ്യം അംഗീകരിക്കുന്നവരെ സമരം ചെയ്യും. കാരണം ജൂലൈ 15-നാണ് സ്റ്റാഫ് ഫിക്സേഷൻ. അതിന് മുന്നായിട്ട് നമുക്ക് അനുകൂല തീരുമാനം കിട്ടിയില്ല, നമ്മളെല്ലാം വളരെ പ്രതിസന്ധിയിലാവും. 5 ജില്ലകളിൽ പോലും ഇതുവരെ ഒരു നിയമനമായിട്ടില്ല. വളരെ കഷ്ടമാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സമരം എന്ന് പറയുന്നത്. ഇവരുടെ ഈ സമരം ചെയ്യുന്ന അധ്യാപക റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഗതികേടെന്ന് പറയുന്നത്, ഒരു തവണ ഭരണപക്ഷത്തിനെതിരെയും അന്ന് പ്രതിപക്ഷമായിരുന്ന ആളുകൾ ഇന്ന് ഭരണത്തിലേറിയപ്പോൾ അവർക്കെതിരെയും സമരം ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല ഇവരുടെ ആവശ്യങ്ങൾ നീതിയുക്തമാണ്, അത് അംഗീകരിക്കേണ്ട ആവശ്യവുമാണ്. ഇവരുടെ ആവശ്യങ്ങളെല്ലാം ബോർഡിൽ തന്നെയുണ്ട്. ഈ ഒരു സമരത്തിന് വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 6 ദിവസമായിട്ടും അന്ന് പ്രതിപക്ഷത്തിരുന്ന് ഇവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിയ ആളുകൾ, ഇവരെ സമരത്തിന് അനുകൂലമായി അന്ന് ഭരണപക്ഷത്തിനെതിരെ സംസാരിച്ച ആളുകൾ ഇന്ന് ഭരണത്തിലിരിക്കുമ്പോൾ അവർക്കെതിരെയും കൂടി സമരം ചെയ്യേണ്ട വളരെ ബുദ്ധിമുട്ടിലാണ്. കുട്ടികൾക്ക് അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്ന, അറിവുകൾ പകർന്നു കൊടുക്കുന്ന അധ്യാപകരാണ് ഇന്ന് തെരുവിലിറങ്ങി നിൽക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ നീതിയുക്തം സർക്കാരിൻ്റെ കണ്ണു തുറപ്പിച്ച് ഇവർക്ക് നേടിയെടുക്കണം. അല്ലെങ്കിൽ ഈ 15-ാം തീയതിക്കകത്ത് ഇവരുടെ സമരത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ പിന്നീട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുമായി വൻ സമരം ഈ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരം കാണേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വലിയൊരു സമരത്തിന് കേരളം സാക്ഷി വഹിക്കേണ്ടി വരുമെന്ന് പറയുന്നു. ഇന്ന് നിരാഹാരത്തിൽ കിടക്കുകയാണ്. ഓരോ ദിവസം ഓരോരോ അധ്യാപകരാകേണ്ടവർ നാളത്തെ കുട്ടികൾക്ക് വെളിച്ചം പ്രദാനം ചെയ്യേണ്ട, അറിവിൻ്റെ അക്ഷയക്കനി തുറന്നു കൊടുക്കേണ്ട അധ്യാപകരാണ് ഈ തെരുവോരങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും പറയുകയുണ്ടായി, ചെറിയ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ അതും ഉപേക്ഷിച്ചിട്ടാണ് സ്ഥിരമായ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഈ സമരം. ഈ തെരുവിൽ ഈ അധ്യാപകരെ വലിച്ചിഴക്കേണ്ടി വന്ന സർക്കാർ ഉത്തരം പറയേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.